നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും പ്രസ്താവന കേട്ട് കഴിഞ്ഞാൽ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. ഇന്ത്യ റൈറ്റ് നടക്കുകയാണ് ഇപ്പോൾ. എന്തും പറയാം എന്ന രൂപത്തിലേക്ക് മന്ത്രിമാരെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ശക്തമായ കടലാക്രമണം നടക്കിയ പശുവിനെ കൊന്നു എന്ന പേരും പറഞ്ഞ് പശുവിന്റെ മാംസം സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 6 പേരെ ചുട്ടുകൊന്ന ആളെ വെടിവെച്ച് കൊന്നും ആക്രമിച്ചും കൊലപ്പെടുത്തിയിട്ടുള്ള ഒരാളെ ഇന്ന് ആദരപൂർവ്വം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി. നമ്മൾ ഇന്ന് വാർത്ത വന്നു കഴിഞ്ഞില്ലേ നമുക്കുള്ളത്. ഇതാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഇതാണ് നമ്മുടെ ഇന്ത്യ രാജ്യം, മോഡിയുടെ രാജ്യം നമുക്കുള്ളത്. ജാതിയുടെയും മതത്തിന്റെയും പേര് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വ്യാപകമായ തോതിലേക്കുള്ള പ്രചാരവേല, മനുഷ്യ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന രൂപത്തിലേക്കുള്ള പ്രചാരവേല നടത്തുക. അതിന് മന്ത്രിമാരും MLA-മാരും ഉദ്യോഗസ്ഥ വൃന്ദത്തെ പോലും കൂട്ടുപിടിക്കുന്നതിലേക്ക് ജഡ്ജിമാർ പോലും കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വർഗീയതയും ജാതിയുടെയും മതവും പറഞ്ഞുകൊണ്ട് രാജ്യത്താകെ തന്നെ ഭിന്നിപ്പുണ്ടാക്കുന്ന രൂപത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അഭിമാനം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാണ് മോഡി ഗവൺമെന്റ് ആയിത്തെത്തി കഴിഞ്ഞിട്ടുള്ളത്. ഇതിനൊക്കെ എതിരായിക്കൊണ്ട് അതിവിപുലമായ ബഹുജന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. സഖാവ് കോടിയേരിയെ നമ്മൾ ഓർമ്മിക്കുന്ന അവസരത്തിൽ ആ ആവശ്യകത ജനങ്ങൾക്ക് മുമ്പിലേക്ക് നമുക്ക് എറിഞ്ഞു കൊടുക്കാനുള്ളത് പ്രക്ഷോഭത്തിലേക്ക് വരൂ എന്ന മുദ്രാവാക്യം മാത്രമാണ് നമുക്കുള്ളത്. ഇതിനെതിരായിക്കൊണ്ട്, ഈ സമീപനത്തിനെതിരായിക്കൊണ്ട്, ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിലേക്കുള്ള BJP-യുടെ പോരാട്ടത്തിലേക്കുള്ള സമരത്തിൽ കൂടിയുമാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ളത്. പഴയകാല ചരിത്രം പൊന്നാനി ചരിത്രത്തിനോ ഇവിടുത്തെ കയർ മേഖലയിലെ കശുവണ്ടി മേഖല, കയറ്റൽ മേഖലയിലെ കശുവണ്ടി മേഖലയിലെ എല്ലാം ഉള്ള പരമ്പരാഗത തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴി ഉണ്ടായിരുന്നില്ല. നമുക്കറിയുന്നതാണ്. നമ്മുടെ കടവനാട്ട കാര്യം തന്നെ എനിക്ക് നേരിട്ട് അറിയാം. അതിന് മാറ്റം വന്നത് സമരത്തിൽ കൂടി, പ്രക്ഷോഭത്തിൽ കൂടി അവകാശങ്ങൾ പിടിച്ചല്ല, സമരത്തിൽ കൂടി, സമരത്തിന്റെ തീച്ചൂടിൽ കൂടിയാണ് കേരളം വളർന്നു വന്നത്. ഇന്ന് നിൽക്കുന്ന കൂലി സമ്പ്രദായം കേരളത്തിനകത്ത് മാറ്റം വന്നത് ആരും ഔദാര്യമായി കിട്ടിയതല്ല, സമരത്തിൽ കൂടിയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇന്ന് ലക്ഷക്കണക്കിന് പേർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. എന്താണ് കാരണം? നമ്മുടെ പൊന്നാനിയിലുണ്ട്. ക്ഷോഭ സമരത്തിൽ കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇന്നത്തെ കേരളം ഇങ്ങനെ മാറിയത്. പലരും തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പോൾ ആ വസ്തുതകളെ സംബന്ധിച്ചിടത്തോളം. ആ വസ്തുതകൾ കാണാൻ തയ്യാറാവുന്നില്ല. കേരളത്തിന്റെ മാറ്റം അതാണ്. മാന്യമായ രൂപത്തിലേക്കുള്ള ഒരു സ്വഭാവത്തിലേക്ക് കേരളം മാറിയത്. ഇവിടെ കുഞ്ഞു സൂചിപ്പിക്കുകയുണ്ടായി എല്ലാ സൂചികകളിലും കേരളം മുന്നിലാണ് എന്ന്.